അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം കേട്ടത്. ലാബാനെ വിട്ട് തൻ്റെ ഭാര്യമാരെയും കുട്ടികളെയും ആടുമാടുകളായി 2 വലിയ കൂട്ടം മൃഗങ്ങളുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ തൻ്റെ സഹോദരനുമായി കണ്ടുമുട്ടുവാൻ ഇടയാകുന്ന ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യാക്കോബ്. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. യാക്കോബ് തനിയെ ശേഷിച്ചത് രാത്രിയിലായിരുന്നു. ഈ സമയത്താണ് നാം ആദ്യം കേട്ട ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24-ാം വാക്യം പറയുന്നത് പോലെ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യത്തെ അനേക രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. എങ്കിലും ഞാൻ എൻ്റെ ആശയം ഇവിടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു പുരുഷൻ എന്നത് ദൈവത്തിൻ്റെ ഒരു ദൂതനാണെന്ന് ഹോശയ്യാ പ്രവചനം 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഒരു ദൂതൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തുള്ള ദൂതൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യനായി ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പഴയ നിയമത്തിലുള്ള തൻ്റെ പ്രത്യക്ഷതയെ ക്രിസ്റ്റോഫനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക ദൗത്യത്തിനായി പ്രത്യക്ഷപ്പെടുകയും ദൗത്യം പൂർത്തിയാക്കി അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ദൂതൻ യാക്കോബിനോട് മല്ല് പിടിച്ചു എന്ന വാക്കിനും അനേക വാദപ്രതിവാദങ്ങളുണ്ട്. അവിടെയും എൻ്റെ ആശയം മാത്രം ഇവിടെ പ്രസ്താവിക്കുന്നു. ഹോശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കരഞ്ഞ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന യാക്കോബ് കരച്ചിലൊന്ന് നിർത്തുന്നതിന് വേണ്ടി ദൂതൻ ശ്രമിക്കുന്നു. ദൂതൻ മല്ല് പിടിക്കുന്നത് പോലെ പ്രവർത്തിച്ചിട്ടും യാക്കോബ് കരച്ചിൽ നിർത്തുന്നില്ല. യാക്കോബ് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എൻ്റെ കണ്ണുനീരിൽ കുതിർന്ന എൻ്റെ ഹൃദയം തകർന്ന പ്രാർത്ഥന നിർത്തുകയില്ല എന്ന്. കണ്ണുനീരിനെ മറികടന്നു പോകുവാൻ കഴിയാത്ത കർത്താവ് അവനോട് ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്ത്? കർത്താവ് എന്തിനങ്ങനെ ചോദിച്ചു എന്നതിനും പല അഭിപ്രായങ്ങളുണ്ട്. യാക്കോബ് സത്യം പറയുമോ ഇല്ലയോ എന്ന് അറിയുവാനാണ് കർത്താവ് അങ്ങനെ ചോദിച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും കർത്താവ് യാക്കോബിൻ്റെ പേര് മാറ്റുവാൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ അപ്പൻ ചോദിച്ചപ്പോൾ ഏശാവ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അനന്തരഫലം 20 വർഷക്കാലം കഠിനാധ്വാനവും അധ്വാനഫലം മുഴുവൻ അപഹരിക്കപ്പെടുന്ന അവസ്ഥയുമായിരുന്നു. അതുകൊണ്ട് തന്നെ യാക്കോബുള്ള കാര്യം തുറന്നു പറഞ്ഞു. തൻ്റെ പേര് യാക്കോബ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22-ാം വാക്യത്തിൽ കൂടി, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും. യാക്കോബ് എന്നത് വ്യാജം പറയുകയും ആൾമാറാട്ടം നടത്തുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന പേരാണെങ്കിൽ ഇസ്രയേൽ എന്ന പേര് ദൈവത്തോട് നിഷ്കളങ്കമായി ഇടപെട്ടപ്പോൾ ദൈവം കൊടുത്ത പേരാണ്. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചതിന് ശേഷം കർത്താവ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ മാനസാന്തരപ്പെട്ട സ്നാനം വാങ്ങി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുകൊള്ളുക. എന്നാൽ നിശ്ചയമായും നമ്മുടെ പേര് കർത്താവ് ജീവപുസ്തകത്തിൽ എഴുതും. പുതിയ മനുഷ്യനായി തീർന്നതിന് ശേഷമുള്ള പേര് ആയതിനാൽ പഴയ മനുഷ്യൻ ഒരിക്കലും നമ്മിൽ വെളിപ്പെടാതിരിക്കുവാൻ യാക്കോബിൻ്റെ പാത നാമും പിന്തുടരണം. കരഞ്ഞ് രാത്രി മുഴുവനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യാക്കോബ് നമുക്കൊരു വെല്ലുവിളിയാണ്. യാക്കോബിൻ്റെ ജീവചരിത്രം നാം പഠിച്ചാൽ എന്തെല്ലാം സംഭവങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. എങ്കിലും അവൻ്റെ ദൈവ ആശ്രയവും വിശുദ്ധ ജീവിതവും യാക്കോബിനെ കർത്താവിൽ പ്രസിദ്ധനാക്കി. കണ്ണുനീരിന് ദൈവസന്നിധിയിൽ നിന്നും നേടിത്തരുവാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. നാളുകളായി തൻ്റെ മകൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്. എത്ര പ്രാർത്ഥിച്ചിട്ടും മകൻ മാനസാന്തരപ്പെട്ടില്ല. എങ്കിലും ആ മാതാവ് തൻ്റെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന മുടങ്ങാതെ തുടർന്നു. അവൻ ബിടെക് പരീക്ഷ റാങ്കോടെ പാസ്സായി. ജർമ്മനിയിലെ ഒരു വലിയ കമ്പനിയിൽ അവന് ഒരു ഓഫർ വന്നു. ഇൻ്റർവ്യൂ ചെയ്യുവാൻ അവർ ഇന്ത്യയിൽ വന്നു.
അനായാസം അവൻ ഇൻ്റർവ്യൂ പാസ്സായി. എങ്കിലും ദ്രവ്യാഗ്രഹികളായി കമ്പനി ഉദ്യോഗസ്ഥർ 1,00,000 രൂപ കൈക്കൂലി ചോദിച്ചു. അവൻ്റെ അപ്പൻ കൊടുക്കുവാൻ തയ്യാറായെങ്കിലും അവൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, എനിക്ക് കഴിവുണ്ട്, പണം കൊടുത്തുള്ള ജോലി എനിക്ക് വേണ്ട. ഒടുവിൽ മിടുക്കനായ അവന് കമ്പനി നേരിട്ട് ഇടപെട്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുത്തു. തൻ്റെ മാതാവ് പറഞ്ഞു, മോനെ, നമ്മുടെ പാസ്റ്ററെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കാം. അവൻ പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല, നല്ല മാർക്കോടെ ഞാൻ പാസ്സായതാണ്, ഇനി പ്രാർത്ഥന വേണ്ട. ഒടുക്കം അവൻ ജർമ്മനിയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം ആ മാതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നീ പോകുമ്പോഴെങ്കിലും നമുക്ക് പ്രാർത്ഥിപ്പിക്കാം. മനസ്സില്ലാ മനസ്സോടെ അമ്മയെ തൃപ്തിപ്പെടുത്തുവാൻ അവൻ പറഞ്ഞു, അമ്മയ്ക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചു കൊള്ളുക, എനിക്ക് ആവശ്യമില്ല. ഇത് കേട്ട് മാതാവിന് സന്തോഷമായി. അവൻ പോകുന്നതിന് അല്പസമയത്തിന് മുമ്പ് പാസ്റ്റർ പ്രാർത്ഥിക്കുവാൻ വന്നു. ആ ദേവദാസിൻ്റെ മുഖം കൊടുപ്പാൻ പോലും മനസ്സിലാതെ നിൽക്കുന്ന ആ യൗവനക്കാരനെ കണ്ട് അല്പം ഭാരത്തോടെ ആണെങ്കിലും പാസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആത്മഗതമെന്നോണം ഒരു വാക്ക് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഞാനൊരു കാർമേഘം കാണുന്നു. മകൻ യാത്ര തിരിച്ചു. ജർമ്മനിയിലെത്തി. യാത്ര സുഖമായിരുന്നു. നല്ല ശമ്പളത്തിൽ ജോലി ലഭിച്ചു. ഉന്നതന്മാരായ സ്നേഹിതന്മാർ അനവധിയുണ്ട്. വളരെ സന്തോഷത്തോടെ അവൻ ജീവിതം തുടങ്ങി. ഒഴിവു സമയമെല്ലാം തൻ്റെ കൂട്ടുകാരുമായി മുന്തിയ ബാർ ഹോട്ടലിൽ കയറി നന്നായി മദ്യപിക്കുന്ന സ്വഭാവത്തിനുടമയായി അവൻ തീർന്നു. അപ്പോഴും അവൻ്റെ അമ്മ വീട്ടിലിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മകനെ ഒരു മാനസാദരം കൊടുക്കണമേ. ആദ്യ ക്രിസ്മസിന് തൻ്റെ ഉന്നതന്മാരായ സ്നേഹിതന്മാരോടൊത്ത് മദ്യം കഴിക്കുവാൻ അവൻ തുടങ്ങി. ആവശ്യത്തിലധികം കുടിച്ചു കഴിഞ്ഞു. വീണ്ടും കുടിക്കുവാനായി ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചു. പെട്ടെന്നാണത് സംഭവിച്ചത്. ഗ്ലാസ് ചുണ്ടോട് അടുപ്പിക്കുവാനോ മേശയിൽ വയ്ക്കുവാനോ കഴിയാതെ അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അല്പം പോലും താമസിക്കാതെ അവൻ്റെ കരച്ചിൽ കേട്ട സ്നേഹിതന്മാർ വലിയൊരു ആശുപത്രിയിൽ അവനെ എത്തിച്ചു. എങ്കിലും എത്ര പരിശോധിച്ചിട്ടും രോഗം കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നില്ല. അവൻ്റെ അമ്മ അപ്പോഴും പ്രാർത്ഥിച്ചു കരഞ്ഞു, കർത്താവേ, എൻ്റെ മകന് ഒരു മാനസാദരം കൊടുക്കണമേ. ജർമ്മനിയിൽ ജയാളിയായി പോയ മകൻ അവസാനം ജർമ്മൻ ഗവൺമെൻറ് കൈയൊഴിഞ്ഞപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നു. നാട്ടിൽ ഏറ്റവും വലിയ ആശുപത്രിയിൽ അവൻ്റെ അപ്പൻ അവനെ പ്രവേശിപ്പിച്ചു. നാട്ടിലെ ഡോക്ടേഴ്സിനും രോഗം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. നാൾക്കുനാൾ ആരോഗ്യം ക്ഷയിച്ച് അസ്ഥികൂടമായി മാറിയ മകൻ്റെ ബെഡിനരികിൽ കരഞ്ഞുകൊണ്ടിരുന്ന മാതാവ് അപ്പോഴും പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മകന് മാനസാദരം കൊടുക്കണമേ. ഒരു കാര്യം അവന് മനസ്സിലായി, അവൻ്റെ മിടുക്ക് കൊണ്ടൊന്ന് ശ്വസിക്കുവാൻ പോലും അവന് കഴിയുന്നില്ല. അവൻ തൻ്റെ മാതാവിൻ്റെ കരച്ചിൽ അന്നാദ്യമായി ശ്രദ്ധിച്ചു. അവൻ അന്നാദ്യമായി അവൻ്റെ അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. അവൻ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞു, മമ്മി, എന്നെ പ്രാർത്ഥിച്ചയച്ച പാസ്റ്ററെ ഒന്ന് വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാമോ? ആ വാക്ക് കേട്ട് അമ്മ വളരെ സന്തോഷിച്ചു. പാസ്റ്ററെ വിളിക്കുവാൻ അമ്മ പോയപ്പോൾ ആ മകനൊരു തീരുമാനം എടുത്തിരുന്നു. കർത്താവ് എൻ്റെ വേദന മാറ്റി എന്നെ സൗഖ്യമാക്കിയാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇനി യേശുവിന് വേണ്ടി ജീവിക്കും. ഇനി ഞാൻ അഹങ്കരിക്കുകയില്ല. തീരുമാനമെടുത്തപ്പോൾ തന്നെ നല്ല കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു. ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ വേദനയ്ക്ക് ആശ്വാസമായി. ബലം എങ്ങനെ ക്ഷയിച്ചുവോ അതുപോലെ തന്നെ ബലം കൂടി വന്നു. അവൻ സൗഖ്യവുമായി മാനസാന്തരപ്പെട്ടവനായി ഭവനത്തിൽ വന്നു. തൻ്റെ മകൻ്റെ മാനസാന്തരത്തിൽ ആ മാതാവ് വളരെ സന്തോഷിച്ചു. നാളുകളായുള്ള തൻ്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന കർത്താവ് മാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ കണ്ണുനീരിനെ ആരെല്ലാം പരിഹസിച്ചാലും അത് തുരുത്തിയിലാക്കി വയ്ക്കുകയും തക്ക സമയത്ത് മറുപടി തരികയും ചെയ്യുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നു. നാം പാപത്തെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സംരക്ഷിക്കേണ്ടി വരികയില്ല. യേശു തന്നെ അവരുടെ കാര്യം നോക്കിക്കൊള്ളും. ആകയാൽ ദൈവവചനം വായിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും ഒരു തകർന്ന നുറുങ്ങിയുമുള്ള ഹൃദയത്തിന് ഉടമയായി ജീവിക്കുവാനും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലാം. ദൈവവചനം വായിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ മക്കൾ മൂലം ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, കുഞ്ഞുങ്ങളെ നേർവഴിക്കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.